ഇത് BJP-യിൽ ചേർന്നല്ല. ഈ വികസിത കേരളം, ഈ വികസനത്തിന് വേണ്ടി ഞങ്ങൾക്കും പ്രവർത്തിക്കണം, ഞങ്ങളൊരു സ്റ്റേക്ക് ഹോൾഡർ ആവണമെന്ന് ഒരു ആശയം വെച്ച് എത്രയോ പേര് തീരുമാനിച്ചു. ഈ കാഴ്ചപ്പാട് വികസന രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് ആരാണെങ്കിലും എവിടുന്നാണെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞാൻ പോയിട്ട് റെഡ് കാർപ്പറ്റ് വെച്ചിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ TV ചാനലിൽ നോക്കുമ്പോൾ സുധാകരൻ മറ്റേതെല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മളെ പാർട്ടിയിൽ ജയിപ്പിക്കുന്നവരുണ്ട്, ജയിക്കാൻ പോകുന്നവരുണ്ട്. പണ്ട് കാലത്ത് BJP എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നോക്കി നോക്കി നടക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. നിയോജകമണ്ഡലമുണ്ട്, സ്ഥാനാർത്ഥിയില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എല്ലാ നിയോജക മണ്ഡലത്തിലും 4-5 പേര് കഴിവും കോമ്പറ്റന്റും ലീഡർഷിപ്പ് കാണിക്കുന്ന നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ എല്ലാം നടക്കേണ്ടത് ട്രയാങ്കുലർ ഫൈറ്റ് ആണ്. പക്ഷെ ഇവിടെ CPM-ഉം കോൺഗ്രസിന്റെ അന്തർധാര, അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നും ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഈ ഇലക്ഷന് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ആ പഴയ രാഷ്ട്രം നടക്കില്ല. കോൺഗ്രസ് ഇതുവരെ എത്ര കൊല്ലമായി ചെയ്യുന്ന ഒരു രാഷ്ട്രമുണ്ട്. ജനങ്ങളെ എങ്ങനെയെങ്കിലും ഇലക്ഷന് മുമ്പ് ശ്രദ്ധ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞ് ആ ഡയറക്ഷനിൽ കൊണ്ടുപോകുക. അതൊന്നും ഈ തവണ നടക്കില്ല. നമസ്കാരം. ഇക്കഴിഞ്ഞ മണിക്കൂറിൽ കോൺഗ്രസ് നേതാവ് സുധാകരൻ BJP-യുമായി ചർച്ച നടത്തിയോ, BJP-യിൽ ചേരുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാധ്യമങ്ങൾക്ക് നൽകുകയാണ്. അല്ല, ഇനിയും കുറെ ആൾക്കാർ വരും, അതിൽ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാണ്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നമ്മൾ കാണുന്നത് എന്താണ്? ഇത് BJP-യിൽ ചേർന്നല്ല. ഈ വികസിത കേരളം, ഈ വികസനത്തിന് വേണ്ടി ഞങ്ങൾക്കും പ്രവർത്തിക്കണം, ഞങ്ങളൊരു സ്റ്റേക്ക് ഹോൾഡർ ആവണമെന്ന് ഒരു ആശയം വെച്ച് എത്രയോ പേര് തീരുമാനിച്ചു. ഇനിയിപ്പോ ഇതാണ് ഞങ്ങളുടെ ആവശ്യം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ വികസന രാഷ്ട്രത്തിന്റെ കൂടെ നമുക്കും പ്രവർത്തിക്കണമെന്ന് കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു പേരിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കണം, എന്നോട് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ലല്ലോ, ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടില്ലല്ലോ. അത് നല്ല ട്രൈ ആയിരുന്നു, പക്ഷെ അത് നടന്നിട്ടില്ല. ഇല്ല, ഞാൻ 24 ലോക്സഭ ഇലക്ഷന് പോയി കണ്ടിട്ടുണ്ട്. അത് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നില്ലല്ലോ. ഓ, പിന്നെ സുരേന്ദ്രൻ പിള്ളജിക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? അദ്ദേഹം ഒരു നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. കേരളത്തെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു വലിയൊരു ലീഡറാണ്. അതിൽ ആർക്കും സംശയമില്ല. എന്തോ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ആദ്യം പറഞ്ഞതല്ലേ, ഈ കാഴ്ചപ്പാട് വികസന രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ട് ആരാണെങ്കിലും എവിടുന്നാണെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞാൻ പോയിട്ട് റെഡ് കാർപ്പറ്റ് വെച്ചിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം ഇത് നാടിന്റെ ആവശ്യമാണ്. അല്ല, അത് ഞാൻ കേട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. സംസാരിക്കട്ടെ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. സംസാരിക്കട്ടെ. നോക്കൂ, ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനെ എല്ലാം സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് അവിടെ നടക്കുന്ന അതിന്റെ ഒരു ശതമാനം ഇവിടെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ TV ചാനലിൽ നോക്കുമ്പോൾ സുധാകരൻ മറ്റേതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെല്ലാം സ്മൂത്ത് ആയിട്ട്, ഓപ്പൺ ആയിട്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്നു. എല്ലാവരോടും സംസാരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. എന്തോ നിങ്ങൾ TV കാണുന്നില്ലേ? കുമ്മനം രാജേട്ടൻ അരമണിയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. അല്ല, MT രമേശ് ജി, അഡ്വക്കേറ്റ് സുരേഷ് ജി ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ANR-ഉം ഇല്ല. നമ്മളെ ഒരു കോർ ടീം ജയിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന കോർ ടീം ലീഡർഷിപ്പ് ഉണ്ടല്ലോ. നമ്മളെ പാർട്ടിയിൽ ജയിപ്പിക്കുന്നവരുണ്ട്, ജയിക്കാൻ പോകുന്നവരുണ്ട്. രണ്ട് ഗ്രൂപ്പും ഒരേ സമാനം പ്രധാനപ്പെട്ട ലീഡേഴ്സാണ്. അപ്പോൾ അങ്ങനെ നോക്കണ്ട.
അല്ല, വൈകുന്നത് അതിന് കാരണം പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറയാനും പോകുന്നില്ല. ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഒരു 6-7 സീറ്റ് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഇന്നോ നാളെ മറ്റന്നാൾ പ്രഖ്യാപിക്കും. 23-ാം തീയതി മുമ്പ് പ്രഖ്യാപിക്കും. അല്ല, എല്ലാ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നോക്കൂ, അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. പണ്ട് കാലത്ത് BJP എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നോക്കി നോക്കി നടക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. നിയോജകമണ്ഡലമുണ്ട്, സ്ഥാനാർത്ഥിയില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എല്ലാ നിയോജക മണ്ഡലത്തിലും 4-5 പേര് കഴിവും കോമ്പറ്റന്റും ലീഡർഷിപ്പ് കാണിക്കുന്ന നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് ആരാണ് ഏറ്റവും കമ്പറ്റീറ്റീവ് കാൻഡിഡേറ്റ് ആണ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പേര് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നടക്കുന്നത്. അതിൽ സസ്പെൻസോ ഡയലോഗോ അതൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആരാണ്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. മത്സരം അല്ല, എന്താ ഞാൻ പറഞ്ഞത്, സ്വാഗതം ചെയ്യുന്നു. ഞാനും സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം നോക്കൂ, കേരളത്തില് എല്ലാം നടക്കേണ്ടത് ട്രയാങ്കുലർ ഫൈറ്റ് ആണ്. പക്ഷെ ഇവിടെ CPM-ഉം കോൺഗ്രസിന്റെ അന്തർധാര, അവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് ലാസ്റ്റ് മിനിറ്റില് ഞങ്ങളുടെ സ്ട്രോങ് സീറ്റിലെല്ലാം അത് 2-way ഫൈറ്റ് ആക്കുന്ന ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു സംശയമില്ല. അങ്ങനെയാണല്ലോ ഞാനും ലോക്സഭയിൽ തോറ്റ്. ഞങ്ങൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എത്ര സ്ഥലത്ത് കണ്ടതല്ലേ. പക്ഷെ അതിനുവേണ്ടി ഞങ്ങളും ഒരു ശ്രമം നടത്തും അത് തോൽപ്പിക്കാൻ. ഞാൻ അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അവര് ഡീൽ ഉണ്ടാക്കുന്ന അവർക്കൊരു രീതിയുണ്ട്, പണ്ട് മുതലുണ്ട്. അത് ഇനിയും നടക്കുന്നതാണ്. ഞാൻ നിയമത്തിൽ ഞാൻ പറഞ്ഞില്ല, പക്ഷെ കേരളത്തിൽ നടക്കും. ഇത് അവരുടെ ഒരു പഴയ സ്ട്രാറ്റജിയാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നത്. ശശി തരൂരും അത് പറഞ്ഞു, പാവം പനിയൻ രവീന്ദ്രന്റെ അങ്ങനെയാണ് തോന്നിയത് അദ്ദേഹം. ഇതെല്ലാം അവരുടെ ഒരു സ്ട്രാറ്റജി. ഞങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, അത് UDF അല്ല. കോർപ്പറേഷൻ അതല്ല പറഞ്ഞു, ഞങ്ങളാണ് എതിരാളി, ഞങ്ങളാണ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നത് കോൺഗ്രസ് പറഞ്ഞില്ലേ. ഇതെല്ലാം നോക്ക്, നിങ്ങൾ അതിലൊന്നും പെടണ്ട, അതിൽ ട്രാപ്പിലൊന്നും പെടണ്ട. അവരിങ്ങനെ ഓരോന്ന് പറയുന്നു, നിങ്ങൾ ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ ഇപ്പോൾ ഈ ഇലക്ഷൻ എനിക്ക് ഒരു 100% ഒന്നും ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഈ ഇലക്ഷന് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ആ പഴയ രാഷ്ട്രീയം നടക്കില്ല. കോൺഗ്രസ് ഇതുവരെ എത്ര കൊല്ലമായി ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ജനങ്ങളെ എങ്ങനെയെങ്കിലും ഇലക്ഷന് മുമ്പ് ശ്രദ്ധ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞ് ആ ഡയറക്ഷനിൽ കൊണ്ടുപോകുക. അതൊന്നും ഈ തവണ നടക്കില്ല. ഇനി ഞങ്ങളൊപ്പം മത്സരിക്കണമെങ്കിൽ വികസനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളൊപ്പം മത്സരിക്കൂ, വികസനം മത്സരമാക്കി മാറ്റൂ, ധൈര്യം ഉണ്ടെങ്കിൽ. അതൊന്നും ചെയ്യില്ല. വേണ്ടാത്തവരൊന്നും ഞങ്ങളാണ് അത് എതിരാളി. അവരെങ്ങനെ തീരുമാനിക്കുന്നത്? എവിടെ? ഏത് പ്രസിഡന്റ്? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞത് CPM ഇപ്പൊ പറഞ്ഞത് അവർക്ക് 3-ാം തവണ ഒരു മാൻഡേറ്റ് കിട്ടുന്നു. അത് ഞാൻ ഇന്ന് പറയുന്നു 100% എഴുതി വെച്ചോളൂ. എന്ത് കസറത്ത് ചെയ്താലും അവിടെ ശബരിമലയിൽ പോയി അവർ വഴിപാട് കൊടുത്താലും അവർ കിട്ടില്ല 3-ാം ടേം. അപ്പോ ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്, UDF ഉണ്ട്, NDA ഉണ്ട്. അതാണ് കറക്റ്റ്. പക്ഷെ ഓരോരോ നിയോജക മണ്ഡലം അത് 3-way ഫൈറ്റ് ആവുമോ 2-way ഫൈറ്റ് ആവുമോ തീരുമാനിക്കേണ്ടത് കോൺഗ്രസും CPM-ന്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അല്ല, ഞങ്ങളുടെ പ്രചരണത്തിനുണ്ടല്ലോ, അത് ആദ്യം മുതലുണ്ടല്ലോ. പക്ഷെ അത് മാത്രമാണോ? അല്ല. ഈ ശബരിമല എന്ന ഒരു ഇഷ്യൂ, എന്താണ് അതിന്റെ ഇഷ്യൂ? ഒന്ന്, അഴിമതി. സർക്കാരിൽ ഇരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മറന്ന്, ഡെലിബറേറ്റ് ആയിട്ട് മറന്ന്, ഒരു അമ്പലത്തിൽ കൊള്ള നടക്കുമ്പോൾ അതിനെ ഒളിക്കാനും അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിച്ച് മാറ്റിവെക്കാൻ ഒരു ശ്രമം, അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ടതല്ലേ, ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ, അത് ചെയ്യും. പക്ഷെ അതിൻ്റെ അപ്പുറം
വിശ്വാസികളുടെ സംരക്ഷണം. ഈ നാട്ടിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു അവകാശമുണ്ട്. ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു പ്രാക്ടീസ് റിലിജിയൻ ഒരു വൺ വേ റൈറ്റ് ഒന്നല്ല. എല്ലാവരും വിശ്വാസം സംരക്ഷിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യുന്നുണ്ടോ അത് ചോദിക്കണ്ടേ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല. നോക്കൂ, ഞാൻ തന്ത്രിനെ പോയി കണ്ടത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. തന്ത്രിന്റെ എതിരെ ഒരു കേസും ഇല്ലാത്ത സമയം അവരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒന്നും പറയാതെ, പിന്നെ അത് കോർട്ട് എന്ന് പറഞ്ഞല്ല, ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ലാന്ന്. പിന്നെ എന്തിനാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്? അതിന്റെ പിന്നിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പിന്നില് കടകംപള്ളി സുരേന്ദ്രനും മാസുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, SIT. അതായിരുന്നു ലക്ഷ്യം, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ. അല്ല, എനിക്ക് അല്ല, ചർച്ച ആവണം. പക്ഷെ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഞങ്ങൾ ഈ ഇലക്ഷന് വേണ്ടി പ്രഖ്യാപിക്കുന്ന പാർട്ടിയാണോ? അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ 2014 ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ 10 കൊല്ലം ഇതെല്ലാം ചെയ്യുന്നു കൃത്യമായി പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾ ഒരു ആത്മാർത്ഥമായ ഒരു വികസനത്തിന് കാഴ്ചപ്പാടുണ്ട്, അത് ഞങ്ങൾ നടപ്പിലാക്കി തരും എന്ന് നരേന്ദ്രമോദിജി 2014 പറഞ്ഞു. ഇന്നെന്താണ് സ്ഥിതി? അദ്ദേഹം എല്ലാം ചെയ്തു കാണിച്ചു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക്. കോർപ്പറേഷനില് ഈ മേയറും ഈ ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും അധ്വാനിച്ചിട്ട് ഒരു 5 കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി നരേന്ദ്രമോദിജി വഴി പ്രഖ്യാപിച്ചു. ഇത് ഞങ്ങൾ 5 കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെന്ന്. അത് ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? 5 കൊല്ലം ഞങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പോകുന്നു കോൺഗ്രസോ CPM എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഏത് പഞ്ചായത്ത്, ലോക്കൽ ബോഡി, മുനിസിപ്പാലിറ്റി ഒന്ന് പറയൂ, കാണിച്ചു തരൂ. ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ ഇലക്ഷന് വേണ്ടി മാത്രം ഗിമ്മിക്കായിട്ടൊന്നും പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല. അത് ആദ്യം മുതൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല. ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. ഇത് 5 കൊല്ലം ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഈ 5 കൊല്ലം, ഈ വരാൻ പോകുന്ന 5 കൊല്ലം ഞങ്ങൾ ഇത് നടപ്പിലാക്കും എന്ന് ഞങ്ങൾ പറയും. അതാണ് ഞങ്ങളുടെ ഇലക്ടറൽ പ്രോമിസ്. അത് ഞങ്ങൾ വരാൻ പോകുന്ന ദിവസത്തിൽ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. വികസിത കേരളം എന്ന കാഴ്ചപ്പാട് എന്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ ജനങ്ങൾ അവസരം തന്നാൽ എന്ത് മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും. അങ്ങനെ ഞാൻ ആലോചിച്ചില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ചിന്തിക്കാൻ. ഞങ്ങളൊരു കളക്റ്റീവ് ടീമാണ്. ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ഇത് ഒറ്റയ്ക്കോ അങ്ങനെ അല്ല. ഞങ്ങളുടെ ടീമുണ്ട്, നേതാവുമാരുണ്ട്, എത്രയോ മുതിർന്ന നേതാവ് ഈ പാർട്ടിയിലുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടി സംവിധാനം ഞാനുണ്ടോ ഇല്ലയോ എന്നല്ല പ്രധാനം. ഇത് ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ്. ഒരു ക്ലിയർ സ്ട്രാറ്റജി ഉണ്ട്. ഞങ്ങളൊരു ലക്ഷ്യം ക്ലിയർ ആണ്. അതിനുവേണ്ടി അധ്വാനിക്കും, ഒരുമിച്ച് അധ്വാനിക്കും. അത് BJP മാത്രമല്ല, NDA. ഞങ്ങൾ NDA കോർഡിനേഷൻ നടക്കുന്നുണ്ട്. NDA മുന്നണിയുടെ ലീഡേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിയമത്തിലാണെങ്കിലോ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, LDFന്റെ പെർഫോമൻസ് 10 കൊല്ലത്തിന്റെ അവരെന്ത് ചെയ്തു ചെയ്തില്ല എന്റെ ബേസിസിൽ ജനങ്ങൾ തീരുമാനിക്കുമെന്ന്. അവര് 24 മണിക്കൂർ മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചോ, സ്ഥാനാർത്ഥിയിൽ ഇന്ന ആളുണ്ടോ? ഈ എലക്ഷൻ എന്താണ്? ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എലക്ഷൻ നടക്കുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലം ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത സർക്കാർ എന്ത് ചെയ്തു ചെയ്തില്ല, അതിന്റെ ബേസിസിലാണ് എലക്ഷൻ നടക്കേണ്ടത്. പക്ഷേ ഈ CPMന്റെ ഒരു രീതിയുണ്ട്, അത് കോൺഗ്രസിന്റെ രീതിയുണ്ട്. അതൊരു പൊളിറ്റിക്കൽ തന്ത്രമായിട്ട് നമ്മൾ കാണുക. അത് മാത്രം ചർച്ച ചെയ്യില്ല, ബാക്കി എല്ലാം ചർച്ച ചെയ്യും. ഗാസ, സിറിയ, എന്താണ് മറ്റേത് ഇറാന്, അതെല്ലാം ഭയങ്കര ചർച്ച വിഷയമാക്കും. പക്ഷെ 10 കൊല്ലം എല്ലാം ശരിയാവും
എന്നൊരു വാഗ്ദാനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ ഇതൊരു എന്താ പറയാ, അതിന്റെ ഒരു വാക്ക് എന്റെ ഒരു പ്രവർത്തകൻ തന്ന ഒരു ഭരണനാട്യമാണ്. ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന CPM കോൺഗ്രസിൽ ഈ ഇലക്ഷനിൽ മനസ്സിലാവാൻ പോകുന്നു ഇതൊന്നും നടക്കില്ല. ഇനി നിങ്ങൾ ഇതിന് ഒരു മാൻഡേറ്റ് വേണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും, എന്തെല്ലാം ചെയ്തു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം, കരുത്തുണ്ടാവണം. ഇതെല്ലാം നിങ്ങൾ എനിക്ക് പറയുന്ന ന്യൂസാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുമില്ല, അദ്ദേഹത്തിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുമില്ല. വലിയ ആളാണെന്ന് കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. TV-യിലെല്ലാം കാണുമ്പോൾ എല്ലാവരും ഒപ്പം ചർച്ച നടക്കുന്നുണ്ടോ? ആര് ആ കാൽക്കുലേറ്ററിന്റെ ബാറ്ററി മാറ്റാൻ പറയും. അതുകൊണ്ടല്ലേ നാട്ടിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഈ നാട്ടിലല്ലേ, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഈ നാട്ടിലല്ലേ? ഓക്കെ ഇവിടെ